Hello students, let us see all the important reactions in the family of phenols. So here I have written all the important reactions including preparation and properties of phenols. So phenols എന്ന് പറഞ്ഞാൽ benzene റിങ്ങിൽ ഒരു OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ that is a phenol. Preparation method ആദ്യത്തേത് from chlorobenzene. So chlorobenzene നിന്ന് അല്ലെങ്കിൽ ഒരു ഹാലോ അരീനിൽ നിന്ന് phenol prepare ചെയ്യുന്നു. So ഈ method already നമ്മൾ ഡിസ്കസ് ചെയ്തു in the family of haloarenes. Haloarenesന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അതായത് 623 Kelvin 300 atmospheric pressure ഈ ഒരു ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ സോഡിയം ഹൈഡ്രോക്സൈഡുമായി ചേർന്നാൽ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. നോർമലി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആർ not possible in the case of haloarenes, but a drastic condition like this will help for nucleophilic substitution reaction. So NaOH H+. So acidification ആവശ്യമുണ്ട്. So ഈ കേസിൽ ഈ റിയാക്ഷൻ്റെ പേര് ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഡൗസ് പ്രോസസ് എന്ന് പറയും. So ഈ പ്രോസസ്സാണ് ഡൗസ് പ്രോസസ്. Then next one is from cumene. Cumene എന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഇതൊരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ബെൻസീനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ ദിസ് ഇസ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ഓർ ക്യുമീൻ. സോ ക്യുമീൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് വിച്ച് ഓൺ ആസിഡിഫിക്കേഷൻ ഗീവ്സ് ഫിനോൾ. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ബെൻസീൻ റിയാക്ട്സ് വിത്ത് ഒലിയം. ഒലിയവുമായിട്ട് റിയാക്ട് ചെയ്താൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് അതായത് SO3H ഗ്രൂപ്പ് ഓൺ ബെൻസീൻ റിംഗ്. So which on treatment with NaOH and acidification gives phenol. Then aniline on treatment with NaNO2 HCl at 0 to 5 degrees C. അതായത് ഐസ് കോൾഡ് കണ്ടീഷനിൽ NaNO2 HCl. സോ ആ ഒരു പ്രോസസ്സിന് നമ്മൾ ഡയസോറ്റൈസേഷൻ എന്ന് പറയും. സോ ഈ പ്രോസസ്സിന് ഡയസോറ്റൈസേഷൻ എന്ന് പറയും. ഡയസോറ്റൈസേഷൻ നടത്തിയാൽ we will get benzene diazonium chloride, that is N2Cl on benzene ring. So N2Cl on benzene ring, that is benzene diazonium chloride. So അതിനെ H2O വാം ഈ ഒരു കണ്ടീഷനിൽ we will get phenol. So these are the important methods of preparation. So first one is from chlorobenzene, then from cumene, then from benzene, and then from aniline. So these are the important methods of preparation. Then properties. Properties first one is from phenol property ആണ്. So phenol dilute HNO3 മായി റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ്? സോ ഡയല്യൂട്ട് HNO3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഡയല്യൂട്ട് HNO3 മതി ഇവിടുത്തെ റിയേജൻറ്റ്. സോ ഡയല്യൂട്ട് HNO3 ഉപയോഗിച്ചാൽ ഇവിടെ NO2 ആണ് ഇൻകമ്മിങ് ഗ്രൂപ്പ് ദാറ്റ് വിൽ attach at the ortho and para position. Ortho നൈട്രോഫിനോളും പാരാ നൈട്രോഫിനോളും. ഇവിടെ ഈ OH ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. ഇൻകമ്മിങ് ഗ്രൂപ്പിനെ ഓർത്തോയിലേക്കും പാരയിലേക്കും ഡയറക്റ്റ് ചെയ്യുന്നു. ഇനി കോൺസെൻട്രേറ്റഡ് HNO3 ആണ് എടുക്കുന്നതെങ്കിൽ എഗെയിൻ NO2 ആണ് ഇൻകമ്മിങ് ഗ്രൂപ്പ്. പക്ഷേ ഓൾ ദ ഓർത്തോ പൊസിഷൻ അതായത് രണ്ട് ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും നൈട്രേറ്റ് ചെയ്യപ്പെടുന്നു. സോ 2,4,6 ട്രൈനൈട്രോഫിനോൾ ദാറ്റ് ഈസ് also called a picric acid. So concentrated nitric acid ഉപയോഗിച്ചാൽ രണ്ട് ഓർത്തോ പൊസിഷനും ഒരു പാരാ പൊസിഷനും നൈട്രേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ ഫിനോളിനെ കോൺസെൻട്രേറ്റ് H2SO4മായി ട്രീറ്റ് ചെയ്യുന്നു. അതായത് സൾഫണേഷൻ എന്ന് പറയുമ്പോൾ SO3H ഗ്രൂപ്പാണ് ഇൻകമ്മിങ് ഗ്രൂപ്പ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് അറ്റ് ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ദെൻ കംസ് ബ്രോമിനേഷൻ. ബ്രോമിനേഷൻ ഇൻ അക്വസ് മീഡിയം അല്ലെങ്കിൽ ബ്രോമിൻ വാട്ടർ എന്ന് വേണമെങ്കിലും പറയാം. സോ ആ കേസിൽ ബ്രോമിൻ ഓൾ ദ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ 2,4,6 ട്രൈബ്രോമോ ഫിനോൾ എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. സോ ബ്രോമിൻ ഇൻ അക്വസ് അല്ലെങ്കിൽ ബ്രോമിൻ വാട്ടർ. ഇനി ബ്രോമിൻ ഇൻ CS2 അതായത് ബ്രോമിൻ ഒരു ഓർഗാനിക് സോൾവെൻ്റായ CS2ൻ്റെ പ്രസൻസിലാണ് എങ്കിൽ ഫിനോളുമായി ട്രീറ്റ് ചെയ്താൽ ഓർത്തോയിലും പാരയിലും മാത്രമേ ബ്രോമിൻ അറ്റാച്ച് ചെയ്യപ്പെടുന്നുള്ളൂ. സോ ഓർത്തോ ബ്രോമോ ഫിനോളും പാരാ ബ്രോമോ ഫിനോളും ആയിരിക്കും കിട്ടുന്നത്. ദെൻ കംസ് ആൽക്കൈലേഷൻ. ദിസ് ഇസ് ഓൾസോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ വരുന്ന ഇലക്ട്രോഫൈൽ CH3 ആണ് ആൽക്കൈൽ ഗ്രൂപ്പ്. സോ ദാറ്റ് വിൽ ബി അറ്റാച്ച്ഡ് അറ്റ് ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ദെൻ കംസ് ടു ഇമ്പോർട്ടൻറ്റ് നെയിം റിയാക്ഷൻ. One is Kolb's reaction, the other one is Reimer-Tayman reaction. Kolb's reaction
സോഡിയം ഹൈഡ്രോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ ആസിഡിഫിക്കേഷൻ. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഓർക്കുക. സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ COO. സോ COOH. സോ COOH എന്ന് പറയുന്ന ആസിഡാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് ഓർക്കാനായിട്ട് CO2 എന്നുള്ള ഒരു റിയേജൻറ്റ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് കോൾഡ് സാലിസിലിക് ആസിഡ്. സോ ആസിഡാണ് ഫോം ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ആസിഡിഫിക്കേഷൻ. സോ ഫിനോളിൻ്റെ OHും ഉണ്ട്. ദെൻ ഓർത്തോ പൊസിഷനിൽ COOH ഗ്രൂപ്പ്. സോ അതാണ് സാലിസിലിക് ആസിഡ്. So this is a named reaction, important named reaction, Kolb's reaction. Then Raymer-Tayman reaction, reagents are CHCl3, NaOH, then acidification. So CHCl3 എന്ന് പറഞ്ഞാൽ that is chloroform, then sodium hydroxide, then acidification. ഈ കേസിൽ സാലിസിലിക് ആസിഡ് അല്ല, സാലിസിലാൽഡിഹൈഡ് ആണ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ ആസിഡ് ആണെങ്കിൽ ഇവിടെ ആൽഡിഹൈഡ് CHO ഗ്രൂപ്പാണ് ഓർത്തോ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുന്നത്. സോ ആൽഡിഹൈഡിക് ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്, ഇവിടെ ആസിഡ് ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യുന്നത്. സോ സാലിസിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷന് കോൾബ്സ് റിയാക്ഷൻ എന്ന് പറയും. സാലിസിലാൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനാണ് റേമർ-ടേമൻ റിയാക്ഷൻ. ദെൻ കംസ് ഫിനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്. സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ സിങ്ക് വിൽ അബ്സോർബ് ദിസ് ഓക്സിജൻ ആൻഡ് എ ബെൻസീൻ വിൽ ബി ദ പ്രോഡക്റ്റ്. ബെൻസീനാണ് സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്താലുള്ള പ്രോഡക്റ്റ്. Then comes reaction with oxygen in air or an oxidizing agent like sodium dichromate. Sodium dichromate or potassium dichromate. So any of the oxidizing agent can be used. ഒന്നുകിൽ ഇത് എക്സ്പോസ് ടു എയർ അല്ലെങ്കിൽ ഓക്സിജനിൽ തുറന്നു വെക്കുക, എയറിൽ തുറന്നു വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാലോ. സോ ഇതിലേതെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കും. സോ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ പ്രോഡക്റ്റ് ദറ്റ് ഈസ് കോൾഡ് ബെൻസോക്വിനോൺ. ഈ രണ്ട് സൈഡിലേക്കും ഡബിൾ ബോണ്ട് O, ഒരു കീറ്റോൺ എന്നുള്ള അർത്ഥത്തിൽ അതിനെ C ഡബിൾ ബോണ്ട് O എന്ന് വരുന്ന പോലെ ഡബിൾ ബോണ്ട് O രണ്ട് സൈഡിലേക്കും എഴുതുക. സോ ദാറ്റ് ഈസ് ബെൻസോക്വിനോൺ. സോ ബെൻസോക്വിനോൺ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് കളർ കോമ്പൗണ്ടാണ്. സോ ഓക്സിജനിൽ തുറന്നു വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാലോ ഫിനോളിൻ്റെ കളർ മാറി റെഡ് കളർ ആവുന്നു. സോ അതാണ് ബെൻസോക്വിനോൺ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൾബ്സ് റിയാക്ഷനും റേമർ-ടേമൻ റിയാക്ഷനുമാണ്. അത് രണ്ട് നെയിംഡ് റിയാക്ഷൻസ് ആണ് ഫിനോൾസിൻ്റെ കേസിൽ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് chemical reactions in the family of phenols.